ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് കിട്ടുന്ന അച്ചാറെന്നും പറഞ്ഞ് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വൈറലായി കേട്ടോ ആ ഒരു റെസിപ്പി. അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നു. ഈ പാവയ്ക്കായും കൂടെ ചേർത്തിട്ട് അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണെന്ന്. അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോഴാണ് നമ്മുടെ പറമ്പിലൊരു പാവയ്ക്ക ഉണ്ടായത്. എന്നാൽ പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ അച്ചാറൊന്ന് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ നല്ല പുളിയുള്ള മാങ്ങ എടുക്കണം കേട്ടോ. കാരണം ക്യാരറ്റിൽ മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല പുളിയുള്ള മാങ്ങ എടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കണം, നമ്മൾ ആ നേരത്തെ അച്ചാറിന് കട്ട് ചെയ്ത പോലെ തന്നെ. പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാം. പച്ചമുളക് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കണേ. ഇനി നമുക്ക് ആ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്യാം. പാവയ്ക്ക ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി, കാരണം കയ്പ്പിറങ്ങും കേട്ടോ. ഞാൻ പാവയ്ക്ക കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നേ. പിന്നെ അടുത്ത കടയിൽ വിട്ട് പെട്ടെന്നൊരു പാവയ്ക്ക മേടിച്ചതാണ്. ആ ഒരു പാവയ്ക്ക കുറച്ച് വാടിയതായിരുന്നു, എന്നാലും അത്യാവശ്യത്തിന് കിട്ടിയല്ലോ. ആ പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പിറങ്ങുവേ. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ലെണ്ണയാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്, വെളിച്ചെണ്ണയാണെങ്കിലും മതി. നല്ലെണ്ണയാകുമ്പോൾ അച്ചാർ ഒരുപാട് ദിവസം കേടാവാതിരിക്കുവേ. അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ആദ്യം പാവയ്ക്ക ഇട്ട് കൊടുക്കാവേ. പാവയ്ക്ക എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. പാവയ്ക്കയ്ക്ക് കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മുരിച്ചെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു, പിന്നെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ആ വിനാഗിരിയിൽ കിടന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്ത് ഗ്യാസ് അപ്പം തന്നെ ഓഫാക്കണം കേട്ടോ, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോവുകയെ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയ ഉടനെ ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ, കുറച്ച് നേരം ഇതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടൊക്കെ ആറിക്കഴിയുമ്പം ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും ക്യാരറ്റിൻ്റെയും കളറൊക്കെ പച്ച മാങ്ങയിലേക്കും കൂടെ കയറി അങ്ങ് പിടിക്കും കേട്ടോ. ആ സമയത്ത് ഇതുപോലെ നമ്മുടെ അച്ചാർ കിട്ടും. ഞാനൊരു 5-6 മണിക്കൂർ മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ അച്ചാർ എടുക്കുന്നത്. ഇതിൽ നിന്ന് ആ ഒരു പാവയ്ക്കൊക്കെ പിറക്കി തിന്നുമ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ ഒരു ഉപ്പും പുളിയും എരിവും ഒക്കെ ചേർന്നിട്ട് അടിപൊളിയാണ്. പാവയ്ക്കയുടെ കയ്പൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇതുപോലൊരു കുപ്പി ഭരണിയിലാക്കി അങ്ങ് പുറത്ത് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ.